ഇത്രയും അടുത്തായിരുന്നിട്ടും ഞങ്ങൾ ഇതുവരെയും ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല. ഇന്ന് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസാണ്. പ്രത്യേകിച്ച് ലൊക്കേഷനൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് കയറുവാൻ എൻട്രി പാസ് ഉണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയും ക്യാമറയ്ക്ക് 10 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. കയറി വരുമ്പോൾ മുൻവശത്തായി ഒരു ആനക്കുട്ടൻ നിൽപ്പുണ്ട്. ഒറിജിനൽ അല്ലാത്തതിനാൽ ഇങ്ങനെ ചുവട്ടിൽ കയറി ഇരിക്കാനും തുടങ്ങി. ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന ലൈറ്റ് ഹൗസ്. ഇത് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് കണ്ടല്ലോ. ഇതിൻ്റെ ഉയരത്തിൻ്റെ കണക്കൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കാര്യം ഒന്നിച്ച് എല്ലാവർക്കും കയറാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരെ കയറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത് കുറച്ച് ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഒരാൾക്ക് കടന്നു പോവേണ്ട ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ലിഫ്റ്റ് സർവീസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സ്റ്റെപ്പ് കയറി പോകാം എന്ന് കരുതി ഞങ്ങൾ യാത്രയായി. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിൻഡോ വ്യൂ ഉണ്ട്. ഇതിലൂടെ നോക്കുമ്പോൾ ബീച്ചിൻ്റെ മനോഹാരിത മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഇതാണ് സ്റ്റെപ്പ്. സൂക്ഷിച്ച് കയറാൻ നോക്കണം കേട്ടോ. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഒരാൾക്ക് കഷ്ടിച്ച് കയറാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിരിക്കുകയാണ്. സത്യം പറയാലോ, ഇത്രയും നാളും തൊട്ടടുത്ത് ഇങ്ങനെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത്. അതും നല്ല കാറ്റാണ് ഇവിടെ. തിരിച്ച് താഴെ ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. നല്ല ശക്തിയായിട്ടാണ് കാറ്റിങ്ങനെ വീശുന്നത്. ഒരു 3 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് വരുന്നതായിരിക്കും ഉചിതം കേട്ടോ. കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ വെയിലിൻ്റെ ശക്തി നമ്മളറിയില്ല. ഇതെല്ലാം ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കോവളം ബീച്ചിൻ്റെ വ്യൂ മൊത്തത്തിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ കോവളത്തിൻ്റെ മനോഹാരിത കൂടുതലും ചിത്രങ്ങളിലൂടെ ആയിരിക്കും കണ്ടിട്ടുള്ളത്. എന്നാൽ അത് നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം അതൊന്ന് വേറെ തന്നെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഇതൊക്കെ കാണാൻ പുറത്തു നിന്നാണ് കൂടുതൽ പേരും ഇവിടെ എത്തുന്നത്. ഈ കാണുന്നതെല്ലാം ലൈറ്റ് ഹൗസിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിങ്ങനെ ഹൈറ്റിൽ വന്ന് നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ കൂടുതൽ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സൺഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. ഇന്നത്തെ സൺഡേ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരു നഷ്ടവും തോന്നിയില്ല കേട്ടോ. അത്രയ്ക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. രാവിലെ 10 മണി മുതൽ 12:30 വരെയും ശേഷം 2:30 മുതൽ 5 മണി വരെയുമാണ് ഇവിടുത്തെ പ്രവേശന സമയം. സ്റ്റെപ്പ് കയറിയ ആവേശം തിരിച്ചിറങ്ങിയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിനെ ആശ്രയിച്ചു താഴേക്ക് ഇറങ്ങി. സത്യം പറയാലോ, മുകളിലെത്തിയപ്പോൾ നല്ല ക്ഷീണിച്ചു പോയി. പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസൊക്കെ കണ്ടതിന് ശേഷം കുട്ടികൾക്ക് കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ വന്നാൽ ബോറടിക്കത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ മകന് പാർക്ക് കണ്ടാൽ പിന്നെ വീട്ടിൽ പോകേണ്ട ചിന്ത കാണില്ല. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ പാർക്കിൽ ചിലവഴിച്ചു. പിന്നെ തൊട്ടടുത്തായിട്ട് ഐസ്ക്രീം വാങ്ങാനും സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കൗതുകകരമായിട്ടുള്ള കുറച്ച് പ്രതിമകളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഇപ്പോൾ കുറച്ചുകൂടി നവീകരിച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഹൗസിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണല്ലോ ഇതെല്ലാം കണ്ടതെന്ന്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസിൻ്റെ ചുറ്റും ഇതുപോലെയുള്ള ഭംഗിയുള്ള മരങ്ങളും ചെടികളൊക്കെ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഏതോ റിസോർട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ വരുമ്പോൾ. അപ്പോൾ ഇനി കോവളം ബീച്ചിലോട്ട് വരുന്നവർ എന്തായാലും ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കണം. എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എൻ്റെ റൂട്ട് മാപ്പൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.